ഈ വീഡിയോയിൽ ലാസ്റ്റ് വീക്ക് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പാലസ്തീനിയൻ ആക്ഷൻ ഫോഴ്സിനെ UK നിരോധിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോസ്ക്രൈബ്ഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട് പാലസ്തീനിയൻ ആക്ഷനെ. അതുമായിട്ട് ബന്ധപ്പെട്ട് തുടർച്ചയായിട്ട് പല രീതിയിലുള്ള അറസ്റ്റുകൾ UK ഉള്ളിൽ തന്നെ നടക്കുകയാണ്. അപ്പോൾ ഈ സംഘടന എന്ന് പറഞ്ഞാൽ പല ആൾക്കാരെയും പലരും ഈ ഒരു സംഘടനയിൽ വന്ന് പ്രവർത്തിക്കുന്നത് എന്തിനാണെന്ന് പോലും അറിവില്ലാതെയാണ് വന്ന് പ്രവർത്തിക്കുന്നത്. അത് കുറച്ച് UK കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ ഈ ഗാസയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിനുവേണ്ടി മാത്രം വന്ന് നിൽക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ പാലസ്തീനിയൻ ആക്ഷൻ എന്ന് പറഞ്ഞത് ഒരു ബ്രോഡായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇസ്ലാമിക് ഓർഗനൈസേഷനാണ്. അതിൽ യാതൊരു തർക്കമില്ല. അപ്പോൾ അതിൽ GB ന്യൂസ് എന്ന് പറഞ്ഞ് UK ഒരു ന്യൂസ് ചാനലുണ്ട്. ഈ ന്യൂസ് ചാനലിൻ്റെ റിപ്പോർട്ടർ ഓൺ ഗ്രൗണ്ടിൽ ഇറങ്ങി പോവാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത്. ഇന്നലെ പാലസ്തീനിയൻ ആക്ഷൻ പ്രൊട്ടസ്റ്റ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രതിഷേധം ശരിക്കും കോർട്ടിൻ്റെ അടുത്താണ് ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നത്. ആ സംഘടിപ്പിച്ചിരുന്ന സമയത്ത് ഏതാണ്ട് 42ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് UK പോലീസ്. അന്ന് 14ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിലുപരിയായിട്ട് 42 പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ ഇത് നടക്കുന്ന സമയത്ത് ഈ GB ന്യൂസ് റിപ്പോർട്ടർ ഓരോരുത്തരായിട്ട് പോയി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞ് അതിൻ്റെ എക്സ്പ്ലനേഷൻ കാണിച്ച് നിങ്ങൾക്ക് പോവാം. അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും. ആദ്യം ഒരു കക്ഷിയുടെ അടുത്ത് പോയി ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ ഉടനെ പറയാണ് നിങ്ങളുടെ ഓൺ നെറേറ്റീവ് സെറ്റ് ചെയ്യരുത്. അതായത് ഇപ്പോൾ UK എല്ലാ ന്യൂസ് ചാനലുകളും ഈ പാലസ്തീനിയൻ ആക്ഷനെ തീവ്രവാദ സംഘടന എന്നാണ് വിളിക്കുന്നത്. അതിന് കാരണം വേറെ ഒന്നുമില്ല, UK പാർലമെന്റിൽ ഈ പ്രോസ്ക്രൈബ്ഡ് ഓർഗനൈസേഷനായിട്ട് ഇതിനെ ലിസ്റ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇതൊരു തീവ്രവാദ സംഘടനയാണെന്ന് UK ഗവൺമെന്റ് ഇതിനെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ മാധ്യമപ്രവർത്തകർക്ക് ഇതിനെ തീവ്രവാദ സംഘടനയായിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. അതാണ് ഈ വ്യക്തി അങ്ങോട്ട് പറയാൻ ശ്രമിക്കുന്നത്, ഈ റിപ്പോർട്ടർ. അപ്പോൾ ഈ യുവാവ് അങ്ങോട്ട് പറയാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അങ്ങനെ തീവ്രവാദികളായിട്ട് പാലസ്തീനിയൻ ആക്ഷനെ കാണാൻ പാടില്ല എന്നാണ് ആ പാലസ്തീനിയൻ ആക്ഷൻ എന്ന് പറഞ്ഞ ആ ടീമിന്റെ വക്താവായിട്ട് സംസാരിക്കുന്ന ആൾ പറയുന്നത്. അപ്പോൾ തിരിച്ച് ഈ ഒരു റിപ്പോർട്ടർ ചോദിക്കുകയാണ്, UK പാർലമെന്റ് ഓൾറെഡി തന്നെ ഇതിനെ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുകയല്ലേ, ഇതിനെ തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ, പിന്നെ ഞാൻ എങ്ങനെയാണ് റോങ് നെറേറ്റീവ് സെറ്റ് ചെയ്തെന്ന് നിങ്ങൾ പറയുന്നത്? ഓൾറെഡി തന്നെ ഗവൺമെന്റ് ഇതിനെ തീവ്രവാദ സംഘടന എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് റോങ് നെറേറ്റീവ് അല്ലല്ലോ. എന്നാൽ പിന്നെ നിങ്ങൾ പറയൂ, എന്താണ് നിങ്ങളുടെ നെറേറ്റീവ് ഈ സംഘടനയെക്കുറിച്ച് എന്ന് ആ വ്യക്തി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനൊന്നും പറയാനില്ല. They are radical leftists who have absolutely no concept of reality and who are in some cases actually quite nasty. The day kicked off with this guy who ran over to me and tried giving me some journalism tips. Say what you said to me again. Sorry, just repeat it. So we're recording. You said, Ben... Don't push a certain narrative. Okay. You're a journalist. Yeah. You should just be impartial. What's my narrative? Be like an observer. What's my narrative? You tell me. No, you came up to me and said, don't spin a narrative. So what's the narrative I'm spinning? The arrest is happening now. Right, so you've come up to me and said, don't spin the narrative, but you can't tell me what my narrative is. Is that right? No, I know it, but I want you to explain it. You don't know it, do you? You don't know I've heard a little bit, so I want to know What have you heard? Tell me what you've heard. You said that those people are supporting a terrorist organization. Well, they are. Palestine Action is a prescribed organisation, yes? At the moment, yes. Right, so are they supporting a prescribed organisation? I can't tell, that's up to the police. Mate, come on, let's just be straight. You just said they're a prescribed organisation and they're supporting one. Well, it depends. So did I tell the truth? You'll have to go to each one individually and see what they think. Okay, we'll end it here. I think I've proved my point. Good luck. You came up go to and me. Talk to them. Try to. You came up to me saying I'm spinning a narrative. You couldn't tell me what the narrative based is. on what you said then you earlier, said I'm yes. spinning something there when you just agreed it's a fact. So. Based on what you said earlier. All right, yes. we'll try again a bit later. Thanks, Ben. ഒന്നാമത് മീഡിയയാണ്. സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും കേസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ പാലസ്തീനിയൻ ആക്ഷനെ സപ്പോർട്ട് ചെയ്യുന്നോ അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഇയാൾ ബ്ലിങ്കസ് അടിച്ച് നിൽക്കുകയാണ്, ഇയാൾക്കൊന്നും പറയാനില്ല. അപ്പം നിങ്ങൾ വ്യക്തിപരമായിട്ട് ഓരോരുത്തരുടെ അടുത്ത് പോയി ചോദിക്കൂ എന്നാണ് പറയുന്നത്. അതാണ് ഈ വ്യക്തി പറയുന്നത്. ഇനി ഇപ്പം ഈ വ്യക്തി രണ്ടാമതൊരുത്തടുത്ത് പോവാണ്. അവൻ പറയാണ് ഇയാൾക്ക് ഒരു ഗുഡ് സോൾ പോലും അല്ല ഇയാൾ, അതായത് നിങ്ങളൊരു നല്ല ആത്മാവല്ല എന്ന് വരെ പറയുകയാണ്. അങ്ങനെ ശപിക്കുന്ന രീതിയിലാണ് അയാൾ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരു പാലസ്തീനിയൻ ആക്ഷൻ ടീമിൻ്റെ ഇതേ ചോദ്യമാണ് ഈ വ്യക്തി പോയി ഉന്നയിക്കുന്നത്. എന്താണ് നിങ്ങളുടെ റീസൺ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കൊടിപൊക്കി നിൽക്കുന്നത്, എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പക്ഷേ വളരെ റൂഡായിട്ടാണ് പെരുമാറുന്നത്. നമ്മൾ ഈ ഒരു വിഷയം ഞാനിത് എടുത്ത് പറയാനുള്ള കാര്യം വേറെ ഒന്നുമില്ല. ഈ രണ്ടാമത് സംസാരിക്കുന്ന വ്യക്തി, ആ ഒരു പാലസ്തീനിയൻ ആക്ഷനിൽ പ്രവർത്തിക്കുന്ന ആ വ്യക്തി പറയാണ്, ആദ്യം ചോദിക്കുമ്പോഴത്തേക്കും ഒന്നും പറയുന്നില്ല. ഗാസയെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ഗാസയിൽ നടക്കുന്ന ജനസൈഡ് ആണെന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് തിരിച്ച് ചോദിക്കുന്നത് റിപ്പോർട്ടർ അടുത്ത്. റിപ്പോർട്ടർ പറയാണ് നോ, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടർ പറയുന്നത്. ഉടനെ അവൻ എടുത്തടിക്ക് പറയാണ് അങ്ങനെ നിനക്ക് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നീ ഒരു നല്ല മനുഷ്യനല്ല, നല്ല സോൾ അല്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? നല്ല ആത്മാവല്ല എന്നാണ് പറയുന്നത്. ആ രീതിയിലാണ് പറഞ്ഞിട്ട് ഒരു വാക്കും കൂടെ ചേർത്ത് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ UK പാലസ്തീനിയൻ ആക്ഷൻ എന്ന് പറയുന്നത് പാലസ്തീനിയൻ ആക്ഷൻ മാത്രമല്ല അവരുടെ ഉദ്ദേശം. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗ്ലോബലൈസ് ഇന്തിഫാദയാണ്. അവൻ പറയുന്നത് ഫ്രീ, കാശ്മീർ മസ്റ്റ് ബി ഫ്രീ
ഏതാണ്? ഇന്ത്യയിലിരിക്കുന്ന കശ്മീർ ഫ്രീ ആവണമെന്ന്. This guy, who we'll see more of later, who told me I have no soul. I want to say something to you. Yeah. Do you believe is there a genocide? In Gaza? Yeah. No. No. And I believe you. You're not a human. You haven't got a soul in you. I don't want to talk to you. Oh. That's all I can say. Is that Okay, this is genocide. GB News. I know, I know, I know, I know. Did you so you only speak to people so you only speak to people who shares your argument, is that right? Excuse me. You're saying it's not genocide, man. What the heck you want me to say? I just want to know what your thoughts were. You were talking to me off camera earlier. My thoughts are from Kashmir to the sea, Palestine and Kashmir, Iran must be free. That's it. You want to hear more? Yeah, I'd like a chat. Yeah. Unfortunately, spitting on me, but. അവനിപ്പോൾ ഗാസയ്ക്ക് വേണ്ടിയിട്ടും പാലസ്തീനിയൻ ആക്ഷന് വേണ്ടിയിട്ടല്ലേ കൊടി പൊക്കിയിരിക്കുന്നത്? അവൻ്റെ തോളത്ത് കിടക്കുന്നത് പാലസ്തീനിൻ്റെ ഫ്ലാഗ് അല്ലേ? അവനെന്തിനാണ് കശ്മീരിനെ കുറിച്ച് പറയുന്നത്? അതും UK കോടതിയുടെ മുന്നിൽ നിന്ന്. അപ്പോൾ ഈ ഒരു സംഘടനയിൽ ചില അജണ്ടകളുണ്ട്. ഇവർക്ക് പലതും ഇവർ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തീവ്രവാദ സംഘടനയാണെന്നുള്ളത് UK ഗവൺമെന്റ് നിരോധിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. The unpleasantness continued with this lady who was heckling Met police officers. But when they didn't oblige, they carry them out by their hands. ഇവിടെ ഒരു 60 വയസ്സ് ലേഡിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് തൊട്ടടുത്തിരുന്ന മുഖമൊക്കെ മറച്ചിട്ട് ഒരു ലേഡി പോലീസിനെ തന്നെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള വേർഡിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെയാണ് പുള്ളി ചോദിക്കുന്നത്, എന്താണ് ഇങ്ങനെ പിന്നെ റോങ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ഉപയോഗിക്കുന്നത് പറഞ്ഞിട്ട്. അപ്പോൾ അതിനാണ് നൺ ഓഫ് യുവർ ബിസിനസ്, നീ അതിലേക്ക് ഇടപെടേണ്ട കാര്യമില്ല, നീയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. അത് വളരെ റൂഡായിട്ട് തന്നെയാണ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ അടുത്തിരിക്കുന്ന മറ്റൊരു ലേഡിയാണെന്നുണ്ടെങ്കിൽ ടെററിസ്റ്റുമായിട്ട് സഹകരിക്കാൻ താല്പര്യമില്ലെന്നാണ് പറയുന്നത്. അപ്പം പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് ആരാണ് ടെററിസ്റ്റ് എന്നുള്ളത്. പാലസ്തീനിയൻ ആക്ഷനെയാണോ പറയുന്നത് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല, നിന്നെ തന്നെയാണെന്ന് പറയുന്നത്. അതായത് മാധ്യമപ്രവർത്തകനെ ടെററിസ്റ്റ് ആണെന്നാണ് ചിത്രീകരിക്കുന്നത്. അതാണ് അവിടെ കാണുന്ന രംഗം. അപ്പം ഇങ്ങനെ തുടരെ കാണുന്ന ആൾക്കാരെല്ലാം ഇതേപോലെ തന്നെയാണ് പെരുമാറുന്നതായിട്ട് നമുക്ക്. Why are you here today? Do you mind me asking? Do you think Palestine action should have been prescribed? There's a lot of ഈ പുള്ളിക്കാരിയാണെങ്കിൽ ഈ പുള്ളിക്കാരി അവിടെ നടക്കുന്ന എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ മാധ്യമപ്രവർത്തനം തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇയാൾ ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് പുള്ളിക്കാരി മൈൻഡ് ചെയ്യുന്നില്ല. അതിന് പകരം എന്നെ ഹറാസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന പോലീസിനടുത്ത് പോയി റിപ്പോർട്ട് ചെയ്യാണ്. അതായത് ഈ വ്യക്തി എന്നെ ഹറാസ് ചെയ്യുന്നു പറഞ്ഞിട്ട്. അപ്പം പോലീസ് പറയുന്നത്, നീയാണല്ലോ ഇത്ര നേരം അവൻ്റെ മുഖത്ത് നോക്കി ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്, അവൻ മൈക്കല്ലേ പിടിച്ചോളൂ എന്നുള്ള നിലയിൽ പറഞ്ഞങ്ങ് ഒഴിവാക്കി വിടുകയാണ്. അതായത് എങ്ങനെയെങ്കിലും വിക്ടിം കളിക്കുക എന്നുള്ളതാണ്. വിക്ടിം കളി ഇവരുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. But even more chillingly, this next guy told me that everyone should support Hamas. Israel is a terrorist. Israel a terrorist. ഇയാളാണെങ്കിൽ ഹമാസിനെ ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്തു. ആദ്യമേ ഹമാസിനെ അംഗീകരിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഉരുണ്ട് കളി, പിന്നെ വളഞ്ഞും തിരിഞ്ഞുള്ള ഉത്തരങ്ങൾ. They are fighting for their freedom. And Israel is the occupier. are you saying you support Hamas? Yeah, we support the people who liberate Hang on, Palestine. you saying you support Hamas? No, I'm not for Hamas. We support the people who liberate Palestine. ഹമാസിനെ നീ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഉത്തരം പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്തിനു സ്ട്രെയിറ്റ് ആയിട്ട് ഉത്തരം പറയണം? ഇസ്രായേലിനെ ആര് എതിർക്കുന്നോ, പാലസ്തീന്റെ ലിബറേഷന് വേണ്ടിയിട്ട് ആര് പൊരുതുന്നോ, എന്റെ നിലപാട് അവരോടൊപ്പമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതായത് ഹമാസിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഓപ്പൺ ആയിട്ട് അവസാനം പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഇത്തരം ആൾക്കാരാണ് ഈ സംഘടനയിലുള്ളത്. അപ്പൊ ഈ സംഘടനയിലുള്ള ഇങ്ങനെ കൂടി വരുന്ന സാധാരണക്കാരന് പോലും ഇതേ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ സംഘടന നടത്തുന്ന ഈ സംഘടന സ്ഥാപിച്ചിരിക്കുന്ന ആൾക്കാരുടെ നിലപാട് എന്തായിരിക്കും? അപ്പൊ ഈ സംഘടന എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്ലിപ്പ് എടുത്ത് ഈ വീഡിയോ ചെയ്തത്. ഇവിടെ ഇരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ചെയ്തത് മാത്രമാണ് കുറ്റകരം. hasn't been doing this since 1948. As to what happened on October the 7th? Did babies and civilians die on October the 7th? മറിച്ച് ഹമാസ് ഒക്ടോബർ 7 ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് കടന്നുകയറി ആക്രമിച്ചത് ഒരു രീതിയിലും തെറ്റല്ല. കൊച്ചുകുട്ടികളെ, അതായത് ഹമാസ് എന്ന് പറഞ്ഞ സംഘടനയാണ് 3 മാസം 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഇവരെ ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അതിനെ കടത്തിക്കൊണ്ട് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് ആ കിഡ്നാപ്പിനെ സപ്പോർട്ട് ചെയ്ത ജനമാണ് ഗാസയ്ക്കുള്ളിലുള്ളത്. അപ്പൊ ഇവരാണ് ഇപ്പം ജനസൈഡ് എന്ന് പറയുന്നത്. ശരിക്കും കൊച്ചുകുട്ടികളെ കടത്തിക്കൊണ്ടുപോയതിൽ നമ്പർ 1 ഇൻസിഡന്റ് ഈ ഗാസയിൽ ഉണ്ടായി. ഹമാസ് ഒക്ടോബർ 7 ഇസ്രായേലിന്റെ ഉള്ളിൽ കയറിയിട്ട് ആ കൊച്ചുകുട്ടി ബിബാസ് ഫാമിലിയിൽപ്പെട്ട 2 കൊച്ചുകുട്ടികളെ കൊണ്ടുപോയതില്ലേ, അതായിരിക്കും ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ഒരു കിഡ്നാപ്പ് കേസായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട കേസ്.
അതാണ് തീവ്രവാദങ്ങളിലെല്ലാം കൊടും തീവ്രവാദം. അത് കഴിഞ്ഞിട്ട് ഇവന്മാർ വന്നിട്ട് ഈ പത്രപ്രവർത്തനെ വളയുന്നുണ്ട്, ഇവനെ മോബ് ലിഞ്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഗ്രൂപ്പായിട്ട് ടീമുകളായിട്ട് വരുന്നുണ്ട്. അതൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. കാരണം ഇവർ തീവ്രവാദ സംഘടന തന്നെയാണ്. ഇവർ ചെയ്ത പ്രവൃത്തി എന്താണെന്ന് പറഞ്ഞാൽ ഇവർ എയർബേസിൽ കയറി, UK എയർബേസിൽ കയറിയിട്ട് അവിടെ നിർത്തിയിട്ടിരുന്ന എയർക്രാഫ്റ്റിന്റെ എഞ്ചിന്റെ ഭാഗത്ത് ഇവര് കറുപ്പ്, ചുമപ്പ്, പച്ച ഉള്ള പെയിന്റ്, സ്പ്രേ പെയിന്റ് അടിച്ചു എഞ്ചിന്റെ ഉള്ളിൽ. അതായത് 7 മില്യണോളം നഷ്ടം വന്നു എന്നാണ് UK ഗവൺമെന്റിന്റെ വിലയിരുത്തൽ. കാരണം ഇവരുടെ ആ ഒരു എഞ്ചിന്റെ ഫാനിലൊക്കെ ഇവർ പെയിന്റ് അടിച്ചിട്ടുണ്ട്, സ്പ്രേ പെയിന്റ്. അപ്പൊ ആ രീതിയിലാണ് അത് 7 മില്യണോളം നഷ്ടം വന്നെന്നുള്ള ഒരു കണക്കാണ് UK പാർലമെന്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള അജണ്ട കശ്മീരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് പറഞ്ഞത്. കാരണം ഇങ്ങനത്തെ ചില വാക്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മെയിൻ സ്ട്രീം മീഡിയാസ് ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. കാരണം ഈ പാലസ്തീനിയൻ ആക്ഷനിൽ പ്രവർത്തിക്കുന്ന ഇവന്റെയൊക്കെ മനസ്സിലുള്ളത് കശ്മീരും കൂടിയാണ്. ഇന്ത്യയെക്കുറിച്ചും ഇവന്റെ തലച്ചോറിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവന്റെ നരമ്പുകളിലേക്ക് ഇങ്ങനെ ന്യൂറോൺസ് ഫയർ ആയിക്കൊണ്ടിരിക്കുകയാണ്, കശ്മീർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ന്യൂസ് ബൈറ്റ് ഞാൻ എടുത്ത് ഇവിടെ റെക്കോർഡ് ചെയ്തിടുന്നത്. കാരണം ഫ്യൂച്ചറിൽ ഈ ഒരു വിഷയം ഉപകരിക്കും. ഈ പാലസ്തീനിയൻ ആക്ഷനൊക്കെ പല തീവ്രവാദികൾക്കും ഫണ്ടിങ് ചെയ്തതിൽ വളരെ മുൻപന്തിയിലാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്തിടാം. കാരണം UK പാർലമെന്റിൽ കീർ സ്റ്റാർമർ നല്ല രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കീർ സ്റ്റാർമറിന്റെ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ റെസിഗ്നേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് എന്തുകൊണ്ട് റിസൈൻ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഹിഡൻ ഡീൽ കീർ സ്റ്റാർമർ ചെയ്തതായിട്ട് കോടതി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പിൻവാതിലിലൂടെ യൂറോപ്യൻ യൂണിയനുമായിട്ട് കീർ സ്റ്റാർമർ ചെയ്ത ഡീൽ എന്താണ്? ആയിട്ട് UK പാർലമെന്റിൽ നിന്നും ഈ അനധികൃത കുടിയേറ്റക്കാർ അഥവാ ഈ റെഫ്യൂജികൾക്ക് വഴിവിട്ട രീതിയിലുള്ള ഫണ്ടിങ് ചെയ്തതായിട്ടും ചില അലിഗേഷൻസ് ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. അതായത് കോടതി പറയുന്നത് കീർ സ്റ്റാർമർ റിസൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കീർ സ്റ്റാർമറിന്റെ പല വിഷയങ്ങൾ എടുത്ത് പുറത്തിടും എന്നാണ് പൊതുവിൽ ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോൾ കീർ സ്റ്റാർമറിന്റെ റെസിഗ്നേഷന്റെ പുറകിൽ വേറെ ഏതെങ്കിലും ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല. UK സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂമിംഗ് ഗ്യാങ് എന്ന് പറയുന്ന ഈ ഒരു പാകിസ്ഥാനികളുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ്. ഈ ഗാസയും കശ്മീരും എന്നൊക്കെ പറഞ്ഞവനൊക്കെ ഈ ഗ്രൂമിംഗ് ഗ്യാങ്ങിൽ പെട്ട ആൾ തന്നെയായിരിക്കും. അതിൽ യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.